നമ്മളിപ്പോൾ നേഴ്സിംഗ് സമരവുമായിട്ട് ബന്ധപ്പെട്ട് നേഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. അവർ ഇന്ന് ഒരു മാനേജ്മെൻറ്റുമായിട്ടുള്ള ചർച്ച കഴിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ട്. ഇവിടുത്തെ നേഴ്സിംഗ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ആണ് നമ്മളോട് സംസാരിക്കുന്നത്. എൻ്റെ പേര് അജോ, അപ്പോളോ ട്രക്സ് യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. നിലവിൽ നമ്മുടെ സ്റ്റാഫുമാർ 2ാം ദിവസമായി സമ്പൂർണ്ണ പണിമുടക്കിലേക്കാണ്. തുടർന്നും ഈ സമരം തുടർന്നുകൊണ്ട് പോകുന്നതാണ്. നിലവിൽ ചർച്ച ആരംഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പൂർണ്ണമായ തീരുമാനത്തിലെത്തിയിട്ടില്ല. അതുകൊണ്ട് നാളെയും സമരം തുടരുന്നതാണ്. വരും ദിവസങ്ങളിൽ ചർച്ച വിജയമാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ അടിസ്ഥാന ശമ്പളം 40,000 രൂപയാക്കുക. ഞങ്ങൾക്കൊരു ജോലി ചെയ്യാനുള്ള ഒരു അറ്റ്മോസ്ഫിയർ, അതായത് ലേബർ നിയമങ്ങൾ കൃത്യമായി പാലിക്കുക, രോഗി നേഴ്സ് അനുപാതം കൃത്യമായി പാലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഈ സമരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് പേയ്മെൻറ്റ് കൂട്ടി തരാതിരിക്കാൻ എന്താണ് അവർ പറയുന്ന കാരണം? അല്ല, പല മാനേജ്മെൻറ്റും പല കാരണങ്ങളാണ് പറയുന്നത്. ഇവിടുത്തെ മാനേജ്മെൻറ്റ് പറയുന്നത്, നമ്മുടെ മാനേജ്മെൻറ്റ് പറയുന്നത് ഗവൺമെൻറ് അനുസരിച്ചുള്ള ബേസിക് സാലറി തരാമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഗവൺമെൻറ് തന്നിരിക്കുന്ന ബേസിക് സാലറി വളരെ തുച്ഛമാണ്. അത് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല. ഏകദേശം 7 വർഷത്തിന് ശേഷമാണ് ഈ മേഖലയിൽ ഒരു സാലറി വിഷയം വരുന്നത്. അത് വളരെ തുച്ഛമായ തുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങളത് അംഗീകരിക്കുന്നത്. ഞങ്ങളുടെ സമരം ഒരു ജീവിത സമരം. നാട്ടിൽ ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് മാന്യമായി ജീവിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് വേണം. അതിൻ്റെ സാമ്പത്തിക ഭദ്രതയും ഞങ്ങൾക്ക് ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് ഇറങ്ങുന്നത്. എന്ന് മാനേജ്മെൻറ്റുകൾ അത് ഞങ്ങൾക്ക് തരുന്നുവോ അന്ന് മാത്രമാണ് ഞങ്ങൾ ജോലിക്ക് കയറുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ തുടർന്നും സമരപാതയിലായിരിക്കും. സമരം അനിശ്ചിതകാലം നീളുമെന്നാണ് പറയുന്നത്. അനിശ്ചിതകാലം നീണ്ടുകൊണ്ടിരിക്കും. മാനേജ്മെൻറ്റ് ഇപ്പോഴും ചർച്ച എത്രാമത്തെ പ്രാവശ്യം ചർച്ച ചെയ്യാൻ പോകണം? ഇന്നത്തെ ഏകദേശം 2-3 ചർച്ചയായി. 3 ചർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ ഒരിക്കലും അല്ല, അങ്ങനെ അവരുടെ കാര്യങ്ങൾ പറയുന്നു, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തീരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാഷ്ട്രീയക്കാർക്ക് നിങ്ങൾക്ക് സപ്പോർട്ടുണ്ട്? മന്ത്രിമാർ, MLA-മാർ? അന്ന് MLA-മാർ വന്നിരുന്നു, പല രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വന്നു. നമുക്ക് പരിപൂർണ്ണ സപ്പോർട്ടാണ്. പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ജനപിന്തുണയും നമുക്കുണ്ട്. നിങ്ങളുടെ ഡ്യൂട്ടിയിലെ ലേബർ ഇഷ്യൂസ് ഒക്കെ എന്താണ്? വീട്ടിൽ ലേബർ ഇഷ്യൂസ് ഇല്ലേ? ലേബർ നമ്മൾ ഡ്യൂട്ടിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, സാധാരണ വാർഡുകളിൽ ഡ്യൂട്ടി ചെയ്യുന്നവർ രാവിലെ 7 മണിക്ക് 7 to 1 ആണ് ഡ്യൂട്ടി വരുന്നത്. എന്നാൽ പല സ്റ്റാഫുമാരും ഇറങ്ങിപ്പോകുന്നത് 4 മണി 5 മണി ആ സമയത്താണ് ഇറങ്ങിപ്പോരുന്നത്. നമ്മളതിനൊരു ഓവർ ടൈം യാതൊരു കാര്യങ്ങളും നമുക്ക് കിട്ടുന്നില്ല. രോഗി നേഴ്സ് അനുപാതം, ഒരു നേഴ്സ് നോക്കേണ്ട രോഗികളുടെ എണ്ണം 6 ആണ്. എന്നാൽ ഇവിടുത്തെയും എല്ലാ ഹോസ്പിറ്റലും, കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലിലെയും നേഴ്സുമാർ നോക്കുന്നത് 7, 8, 10 സ്റ്റാഫുമാരെയാണ്. അപ്പോൾ 10 രോഗികളാണ്. ആ രോഗികൾക്ക് കൃത്യമായ നേഴ്സിംഗ് കെയർ കൊടുക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഈ ലേബർ ഇതിൽ വരുന്നത്. സർക്കാരിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനോ അല്ലാതെ സർക്കാർ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടും? MLA-മാരും പല രാഷ്ട്രീയക്കാരും നമ്മളെ വന്ന് കണ്ടിരുന്നു. അവർ സർക്കാരിൽ കാര്യം ഉന്നയിക്കാനും പ്രശ്നങ്ങൾ അടിയന്തരമായി തീർക്കാമെന്ന് നമുക്ക് വാക്കുന്നിട്ടുണ്ട്. മെയിൻ സാലറി എങ്ങനെയാണ്? അടിസ്ഥാന ശമ്പളം 40,000 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 2018 അവസാനം മിനിമം സാലറി വന്നിരിക്കുന്നത്. അത് 20,000 രൂപയാണ്. അതാണ് ഞങ്ങൾക്കിപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലസ് അലവൻസുകൾ. പ്ലസ് അലവൻസ്.